മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ താഴേക്ക് വായിക്കുന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ല് അപ്പമായി തീരുവാൻ കൽപ്പിക്ക എന്ന് പറഞ്ഞു. അതിനു അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നുവെന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക, നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണെന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ, എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. എങ്ങോട്ട് പോവാ? മരുഭൂമിയിൽ. എന്തിനാ? പരീക്ഷിക്കാൻ. ഈ പരീക്ഷയിൽ നീ ജയിക്കും. ആത്മാവ് നടത്തുന്ന എല്ലാ നടത്തിപ്പുകൾക്ക് നന്ദി പറയണം. ഈ തകർച്ചകൾക്ക് നന്ദി പറയണം. ഈ പ്രതികൂലങ്ങൾക്ക് നന്ദി പറയണം. നീ അറിയാത്തൊരു നടത്തിപ്പുണ്ട്. നിന്റെ വീട് അറിയാത്തൊരു നടത്തിപ്പുണ്ട്. നിന്റെ തലമുറ അറിയാത്തൊരു നടത്തിപ്പുണ്ട്. ഒരുത്തനും പിടികിട്ടിട്ടില്ലാത്തൊരു നടത്തിപ്പുണ്ട്. ഈ പ്രതിസന്ധികളൊക്കെ അത്ഭുതത്തിന് വേണ്ടിയാ. ഈ പരീക്ഷകളൊക്കെ അത്ഭുതത്തിന് വേണ്ടിയാ. ഈ പ്രതിസന്ധികളുടെ നടുവിൽ ദൈവത്തിന്റെ ശക്തിയുടെ മഹത്വം കാണാൻ പോകുകയാ. അത് അറിയത്തക്ക പോലെ നിന്റെ കുടുംബത്തിലൊരു ദൈവത്തിന്റെ പ്രവൃത്തി ആത്മാവിനോട് പറയുക. ചിലരെ ദൈവം നടത്താൻ പോവാ. നടത്തുന്നത് മരുഭൂമിയിലാണ്. പേടിക്കണ്ട. ഈ മരുഭൂമിക്ക് അപ്പുറത്തൊരു ദൈവത്തിന്റെ പ്രവൃത്തിയുണ്ട്. ഈ മരുഭൂമി കൊണ്ട് നിന്റെ ജീവിതം തീരുകയില്ല. ഇതുകൊണ്ട് നിന്റെ അവസ്ഥ മാറുകയില്ല. ഇതുകൊണ്ട് നീ തകർന്നു പോകുകയില്ല. ഇതിനപ്പുറത്തു ദൈവത്തിന്റെ പ്രവൃത്തി നിന്റെ കുടുംബത്തിൽ ചലിക്കുന്നുണ്ട്. അഭിഷേകമുള്ള ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്തു. മരുഭൂമിയിലോട്ട് നടത്തിയപ്പോ യേശു ഉപവസിച്ചു. എന്നാ? ഇടയ്ക്കിടയ്ക്ക് ഉപവസിക്കുന്നവർക്കായി സ്തോത്രം. യേശു ഉപവസിച്ച് തീർന്നപ്പോൾ പരീക്ഷകൻ യേശുവിൻ്റെ അടുത്ത് വന്നു. ആര് വന്നു? പരീക്ഷകൻ. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, പരീക്ഷകൻ. അടുത്ത് വന്നിട്ട് കല്ലെടുത്ത് കൈ കൊടുത്തു. ഒരാമയും പറ. കല്ലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു, അപ്പമാകാൻ പറഞ്ഞു. എന്നാ കൊടുത്തു? കല്ല്. യേശു പറഞ്ഞ കല്ല് അപ്പം ആവൂലേ? ആവും. യേശു പറഞ്ഞോ? ഇല്ല. എന്നാ ചോദിച്ചേ? നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ ഈ കല്ല് അപ്പമാകാൻ പറ. യേശു എന്നാ പറഞ്ഞേ? നീ ദൈവമാണ് ചെയ്യാനാ പറഞ്ഞേ. യേശു എന്നാ പറഞ്ഞു? മനുഷ്യനായിട്ട് ചെയ്യാൻ പോവാ. മനസ്സിലായ കൈയടിച്ചേ? ചിലർക്ക് മനസ്സിലായിട്ടുണ്ട്. ചോദിച്ച ദൈവമാണ് ചെയ്യാനാ. നിക്ക ചോദിച്ച ദൈവമാണ് ചെയ്യാനാ. പക്ഷെ യേശു എന്നാ പറഞ്ഞേ? മനുഷ്യൻ. അപ്പം കൊണ്ട് മാത്രല്ല. എന്നാ പറഞ്ഞെന്നറിയോ? ഒരു മനുഷ്യൻ അങ്ങനെ ജയിക്കുമെന്ന് കാണിക്കാൻ പോവാ. നിന്റെ പിള്ളേർ അങ്ങനെ ജയിക്കുമെന്ന് കാണിക്കാൻ പോവാ. നിന്റെ കുടുംബം അങ്ങനെ ജയിക്കുമെന്ന് മനുഷ്യനായിട്ട് നിന്ന് ജയിക്കാൻ പോവാ. ദൈവമായിട്ട് ജയിക്കാൻ പോവല്ല, മനുഷ്യനായിട്ട് ജയിക്കാൻ പോവാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഒരു പെർഫെക്റ്റ് മാനിനെ കാണിച്ചു കൊടുക്കുക. പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യനെ കാണിച്ചു കൊടുക്കുക. ഈ ഭൂമിയിൽ മലാക്കി വരെ വന്നിട്ടുള്ള ഒരു മനുഷ്യനും പൂർണ്ണമായിട്ട് ജയിക്കാൻ പറ്റില്ല. പറ്റിയോ? പറ്റില്ല. നോക്ക, ലോത്തിനെ നോക്ക, അബ്രഹാമിനെ നോക്ക, ഇസ്ഹാക്കിനെ നോക്ക, യാക്കോബിനെ നോക്ക, ഗോത്രപിതാക്കന്മാരെ നോക്ക്, അവിടെ യുദ്ധം ചെയ്യാൻ വന്നവരെ നോക്ക്. ആരും എങ്ങും പൂർണ്ണമായിട്ട് ജയിച്ചിട്ടില്ല. പക്ഷെ പുതിയ നിയമത്തിൽ ഒരുത്തം വന്നു. സ്വർഗത്തിൽ നിന്ന് പേര് കൊടുത്തു വിട്ടവൻ, നിനക്ക് തോന്ന സകല പരീക്ഷയും അനുഭവിച്ചവൻ. അവൻ തോറ്റെന്നല്ല,
ഞാൻ ജയിച്ചെന്ന് അവൻ പരാജയപ്പെട്ടെന്നല്ല. നിന്റെ വീട് ജയിക്കാൻ പോവാ, നിന്റെ തലമുറ ജയിക്കാൻ പോവാ. ഈ പരീക്ഷക്കകത്ത് ഇന്ന് രാവിലെ നിനക്ക് ദൈവം ഒരു ജയം തരാൻ പോവാ. നീ ചോദിച്ചില്ലയോ, ദൈവമേ ഈ പരീക്ഷ എന്തിനാണ്, ഈ പ്രതിസന്ധി എന്തിനാണ്? ഇത് ജയിക്കാൻ വേണ്ടിയാ, ഇത് ജയത്തിന് വേണ്ടിയാണ്, ഇത് ജയത്തിന് വേണ്ടിയാണ്, ഇത് ജയത്തിന് വേണ്ടിയാണ്. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ ഇത് ജയിക്കാൻ വേണ്ടിയാന്ന് പറഞ്ഞ, ഇത് ജയിക്കാൻ വേണ്ടിയാ. ചിരിച്ചോണ്ട് പറ, ഇത് ജയിക്കാനാ. കല്ലെടുത്ത് കൈ തന്നത് ജയിക്കാനാ. ഒരാമയും പറ. ഇപ്പൊ ജോലിയില്ലായ്മയല്ലേ, ഇത് ജയിക്കാനാ. എടാ, നിനക്ക് വന്ന എല്ലാ പരീക്ഷ യേശുവിന് വന്നു. അവൻ മനുഷ്യനായിട്ട് ജയിച്ചു. ദൈവമായിട്ട് ജയിച്ചെന്നല്ല, മനുഷ്യനായിട്ട് ജയിച്ചു. എടാ, ചോദിച്ച് ദൈവമാണ് അപ്പാക്കാനാ. യേശു പറഞ്ഞു ദൈവമായിട്ടല്ല, മനുഷ്യനായിട്ട് ജയിക്കാൻ പോവാ. ആ കേട്ടവരൊന്ന് കൈവക്കി ആമീൻ പറ. കേട്ടോ, ദൈവമായിട്ട് ജയിക്കാൻ പോവല്ല, മനുഷ്യനായിട്ട് ജയിക്കാൻ പോവാ. നിങ്ങക്ക് മനസ്സിലായില്ലേ? ആദമിന്റെ അടുത്ത് പഴക്കച്ചവടക്കാരന്റെ വേഷത്തിലാ വന്നേ. യേശുവിന്റെ അടുത്തോ പാമ്പിന്റെ വേഷത്തിൽ. കച്ചവടക്കാരൻ ഇപ്പൊ പാമ്പായി. നിങ്ങൾ മിണ്ടുന്നില്ല. കച്ചവടക്കാരൻ ആരായി? പാമ്പായി, ഇല്ലയോ? ഏതെങ്കിലും ഏറ്റവും അവസാനം പാമ്പായിട്ട് വന്ന്, ഇല്ലയോ, പഴം ചായച്ചു കൊടുത്തു. ഒരാമയും പറഞ്ഞില്ല. ആദം പറിച്ചു, തമ്പുരാൻ പിശാദിനെ മുട്ടുകുത്തിച്ചു. ദൈവമായിട്ടല്ല, മനുഷ്യനായിട്ട്. മനുഷ്യൻ ജയിക്കും, നിങ്ങൾ ജയിക്കും, നമ്മൾ ഇതെല്ലാം ജയിക്കും. കൈ കൊടുത്ത് പറ ജയിക്കും. ഇതെല്ലാം ചിരിച്ചോണ്ട് പറ ജയിക്കും, ജയിക്കും, ജയിക്കും. എവിടെ? ഈ മരുഭൂമി നീ ജയിക്കും, ഇവിടെ നീ ജയിക്കും, ഈ പ്രതിസന്ധി ജയിക്കും. മൂന്നാമത്തെ ഘട്ടം കഴിയുമ്പോൾ സകലവും പൊട്ടിപ്പോവും. പിശാചു വിട്ടുമാകും. നിന്റെ വീട് അത്ഭുതമാകും. കാര്യങ്ങളും മറിഞ്ഞു മാറും. നിനക്കെതിരെ ആഭിചാരം ചെയ്തവൻ, മന്ത്രവാദം ചെയ്തവൻ, നിന്നെ കുരുക്കാൻ ശ്രമിച്ചവൻ, നിന്റെ കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ, നിന്റെ വീടിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവൻ, പ്രവർത്തിയുടെ മകത്ത് നിനക്ക് അനുകൂലമായി അവന്റെ കരം ഇറങ്ങി വരിക. നീ തോറ്റുപോകുമെന്ന് പറയുന്നു. അതേ നീ ജയിക്കാൻ പോവുക. ദൈവമായിട്ട് ജയിക്കാൻ പോവല്ല, മനുഷ്യനായിട്ട് ജയിക്കാൻ പോവാ. മനുഷ്യനായിട്ട് ജയിക്കാൻ പോവാ. മനുഷ്യനായിട്ട് ജയിക്കാൻ പോവാ. കൈപൊക്കിയോ രാമയും പറഞ്ഞേ. പരീക്ഷയെ ജയിക്കും. എന്നാ ജയിക്കും? നിന്റെ വീട് ജയിക്കും, നീ ജയിക്കും. ഇതിന്റെ മുകളിൽ നീ വെള്ളിക്കൊടി പാറിക്കും. നിന്റെ കുടുംബത്തിന്റെ മുകളിൽ ജയത്തിന്റെ കൊടി നീ പാറിക്കും. തോറ്റു തുന്നം പാടിയവന്റെ സന്താനമല്ല നീ, ജയിച്ച ജയാളിയുടെ സന്താനമാണ്. തോറ്റു തുന്നം പാടിയന്റെ സന്താനമല്ല നീ, ജയിച്ച ജയാളിയുടെ സന്താനമാണ്. നീ ജയിക്കാൻ തുടങ്ങുക. നിന്റെ വീട് ജയിക്കാൻ പോകുക, നിന്റെ തലമുറ ജയിക്കാൻ പോകുക. ദുഷ്ടപിശാചിനോട് പറ, ഒരു ജയപേര് മുഴക്കാൻ പോവാ, ഒരു ജയപേര് മുഴക്കാൻ പോവാ. ആഭിചാരത്തിന്റെ മുകളിൽ, മന്ത്രവാദത്തിന്റെ മുകളിൽ ഒരു ജയത്തിന്റെ പേര് നീ മുഴക്കാൻ പോവാ. ജയത്തിന്റെ പേര് നീ മുഴക്കാൻ പോവാ. യേശുവിന്റെ കയ്യിൽ കല്ലെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് അപ്പമാക്കണം. എന്നിട്ടൊരു വാക്യം വായിച്ചു കേൾപ്പിച്ചു. നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരാൻ പറ. യേശു എന്നാ പറഞ്ഞു? ദൈവം അപ്പം കൊണ്ട് മാത്രമല്ല. ആണോ? അല്ല. ചോദിച്ചത് ദൈവമാണോന്നാ ചോദിച്ചേ. എന്നാ യേശു പറഞ്ഞേ? മനുഷ്യൻ. മനുഷ്യൻ. കേരളത്തിലെ മനുഷ്യര്, ഇന്ത്യയിലെ മനുഷ്യര്. എടാ പിശാചേ, മനുഷ്യര് ജയിക്കും, ജയിക്കും, മനുഷ്യര് ജയിക്കും. മനസ്സിലായോ? ആമേൻ പറഞ്ഞു. മനുഷ്യര് ജയിക്കും. ഈ പരീക്ഷ ജയത്തിന്റെ തുടക്കമാ. നിന്റെ വീട്ടിൽ വന്ന സകല പരീക്ഷകളെയും നീ ജയിക്കാം. കൈ ഉയർത്തി പറ, പരീക്ഷകളെ ജയിക്കും. കൈ ഉയർത്തി പറ, പരീക്ഷകളെ ജയിക്കും. ജയിക്കും പരീക്ഷകളെ. ഈ പരീക്ഷക്കിടയ്ക്ക് ഷോർട്ട് കട്ട് ചെയ്യരുത്. പരീക്ഷക്കിടയ്ക്ക് ഈ പരീക്ഷയിൽ അവിടെ നിന്നോണം. രാമേൻ പറ. യേശു വീടെടുത്ത് മാറിയോ? മാറിയോ?
യേശു വിചാരിച്ചു മരുഭൂമിയിലായി, ഇപ്പം അന്റാർട്ടിക്കയിൽ പോയാലോ? യേശു മാറിയോ? അവിടെ നിന്നു. അവിടെ നിൽക്കണം, പരീക്ഷ നിൽക്കണം. പരീക്ഷയിൽ ഒരു സഹായവും തേടല്ല, പരീക്ഷ നിന്നോണം നീ. പരീക്ഷ നിന്നാലേ നിനക്ക് ജയിക്കാൻ പറ്റത്തുള്ളൂ. ഒരാൾക്ക് കൈ കൊടുത്ത് അവരോട് പറ, പരീക്ഷയിൽ അവിടെ നിന്നോണം. അവിടുന്ന് പോവല്ല, അവിടെ നിന്നോണം. അതെന്തിനാ അവിടെ നിൽക്കുന്നതെന്നറിയാവോ? ജയിക്കാൻ. ഒന്നാമത്തെ ഘട്ടം കഴിയുമ്പോൾ നീ ജയിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ പോവല്ല, അടുത്തത് പുറകെ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് പുറകെ വരുന്നുണ്ട്, അത് കഴിഞ്ഞ് സാത്താൻ വിട്ടുപോകുന്നൊരു കാര്യം വരുന്നുണ്ട്. അപ്പൊ കല്ലെടുത്ത് യേശുവിൻ്റെ കൈ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അപ്പമായി തീരാൻ പറയാൻ. യേശു പറഞ്ഞ അപ്പാവൂലേ? ആകുമെന്നോ ഇല്ലെന്നോ? ആകും, ഉറപ്പായിട്ടോ. പക്ഷേ പുള്ളി പറഞ്ഞത് നീ ദൈവമാണ് ചെയ്യണം. ആരാ? ദൈവമാണ്. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രല്ല ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന. എന്നാ കർത്താവ് പറഞ്ഞെന്നറിയോ? കുറച്ച് മനുഷ്യർ വരുന്നുണ്ട്, ആ മനുഷ്യർ ജയിക്കും. ഇപ്പോഴത്തെ ബിസിനസ് ഉണ്ടല്ലോ, പേടിക്കണ്ട, ജയിക്കാനാ. ഇപ്പോഴത്തെ ഷോപ്പ് ഉണ്ടല്ലോ, അത് അത്ഭുതത്തിനാ. ഇപ്പോഴത്തെ കടബാധ്യത ഉണ്ടല്ലോ, അത് നിന്റെ കുടുംബത്തിൽ ജയത്തിന് വേണ്ടിയാ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ട് ജയിക്കും. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജയിക്കും. യേശു എന്നാ പറഞ്ഞേ? മനുഷ്യൻ, നിങ്ങൾ പറഞ്ഞേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കും. എന്നാ? ഒരാൾക്ക് കൈ കൊടുത്ത് പറ, ഞാൻ ജീവിക്കും. മരിക്കണമെന്നൊക്കെ മനസ്സിൽ ചിന്തയുണ്ടോ? ഉണ്ടേലും ജീവിക്കും. കല്ലെടുത്ത് കൈ കൊടുത്തിട്ട് പറഞ്ഞു അപ്പമാക്കാൻ. യേശു പറഞ്ഞു ജീവിക്കും. ആമേൻ പറ. എന്നാ ഇടപാടാന്നേ. ജയിക്കാൻ കൊല്ലം ഞാൻ എഴുന്നേൽപ്പിക്കും. വെട്ടിക്കേറും കേട്ടോ. യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ, യഹൂദയെ, ഞാൻ എൻ്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കും ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ജയിക്കാൻ നിന്റെ മേൽ ദൈവം കൃപ തരുകയാ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കും. ഒരു ദൂത് കേൾക്കണോ? നിന്നെ ജീവിപ്പിക്കാത്ത സ്ഥലത്ത് നീ ജീവിക്കും. ആഭിചാരമുള്ള സ്ഥലത്ത് നീ ജീവിക്കാം. മന്ത്രവാദമുള്ള സ്ഥലത്ത് നീ ജീവിക്കാം. അകത്ത് ഉറപ്പുള്ളവർ ആമീൻ പറ. എന്നോട് ആത്മാവ് പറയുന്നത് എന്നാന്നറിയോ? ഹെരോദാവ് വാളെടുത്ത സ്ഥലത്ത് നീ ജീവിക്കും. രാമേൻ പറ. ഹെരോദാവ് വാളെടുത്ത് കേട്ടോ, വാളെടുത്തിട്ട് പറഞ്ഞു, ജനിച്ച സകല പിള്ളാരെയും കൊന്നുകളയണം. ഹെരോദാവെ, നിനക്ക് തെറ്റിപ്പോയി, എത്ര പേര് ചത്താലും യേശു ചാവത്തില്ല. അതെന്നാ? അവൻ മനുഷ്യനാ. പറഞ്ഞേ, അവൻ മനുഷ്യനാ. അവിടുത്തെ ലൂക്കോച്ചനെ, മത്തായിച്ചാനെ, അവറാച്ചാനെ, തങ്കച്ചാനെ എല്ലാം കൊന്നു. യേശു എന്ന പേരുള്ള ഒരാളെ തൊട്ടില്ല. അതെന്നാ? വാക്തത്വം. അവനെക്കുറിച്ച് പുസ്തക ചുള്ള എഴുതിയിട്ടുണ്ട്. അവനെക്കുറിച്ച് മാത്രമല്ല നിന്നെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. തിരിച്ചോണ്ട് പറ, ജയിക്കുമെന്ന് പറ. ജയിക്കും. അച്ഛൻ എടുത്തെറിയുന്നൊക്കെ നമ്മൾ ജയിക്കും. വീട്ടിലെറിയുന്ന സകല ആഭിചാരവും നമ്മൾ ജയിക്കും. ലവര് ചെയ്തു കൂട്ടിയൊക്കെ നമ്മൾ ജയിക്കും. ഇതിനൊക്കെ ജയിക്കാനുള്ള കൃപ തരാൻ പോവാ, ജയിക്കാനുള്ള പവർ വരാൻ പോവാ. ഹെരോദാവെടുത്ത് കൊല്ലാൻ. എന്നാ? ഈ ലക്ഷ്യം ആരെയാ? യേശുവിനെയാ. പക്ഷെ യേശുവിനെ തൊട്ടോ? ശരിക്കും ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയാമേ. നിന്നെയാണ് ലക്ഷ്യം വെച്ച് അമ്പ ചെയ്തത്. പക്ഷെ ഇടത്തും വലത്ത് നിൽക്കുന്നവർക്ക് കൊള്ളും, നിനക്ക് കൊള്ളത്തില്ല. അതെന്നാ? ദൈവം നിന്റെ പരിചയമാണ്.
ദൈവം നിന്റെ സങ്കേതമാണ്, ദൈവം നിന്റെ കോട്ടയാണ്, ദൈവം നിനക്ക് സംരക്ഷകനാണ്, ദൈവം നിന്റെ സർവശക്തിയുള്ള ദൈവമാണ്. അവൻ നിന്റെ കൂടെ ഉള്ളത് കൊണ്ട് നീ സകലത്തിലും സകലവുമായി ജയിക്കാൻ തുടങ്ങുക. മനുഷ്യൻ അപ്പം കൊണ്ട്, എനിക്ക് ഈ മനുഷ്യനെ കുറിച്ച് മാത്രം പറയണം. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രം, ഇത് എന്നെ ഡെപ്ത അല്ലേ? ഇതിനകത്ത് ഇത്രയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. രാമേ പറ. അവരിപ്പോഴും ദാവീദും ഗോലിയാത്തും കല്ലും കൊണ്ടൊക്കെ നിൽക്കുക. നമ്മൾ മനുഷ്യന്റെ കാര്യം പറയുക. യേശുവിനോട് ചോദിച്ചു, നീ ദൈവമാണെങ്കിൽ അപ്പമായി തീരാൻ പറയാൻ. യേശു പറഞ്ഞു, എടാ ദൈവമായിട്ടല്ല മനുഷ്യനായിട്ട് ജയിച്ച് കാണിക്കും. ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും ജയിക്കുന്നത് എങ്ങനെയാന്ന്. ഒന്ന്, പിശാച് നിന്റെ അടുത്ത്, ഇനി പിശാച് വന്ന് പറഞ്ഞത്, ഈ പിശാച് പറഞ്ഞ കാര്യം തെറ്റിയൊന്നുമില്ല. പിശാച് വന്ന് പറഞ്ഞു, നീ ദൈവത്തിൻ്റെ പുത്രനാണെങ്കിൽ കല്ലിനോട് അപ്പമായി തീരാൻ കൽപ്പിക്കാം. യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കും. അടുത്ത വാക്ക് വായിച്ചേ. അതിന് അവൻ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ പിശാച് അവനെ വിശുദ്ധ നഗരത്തിൽ കൊണ്ടുപോയി ദൈവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, ഒരു ചോദ്യം വന്നാൽ പറയേണ്ടത് പുസ്തകത്തിൽ നിന്നാണ്. രാമീൻ പറ. നമുക്ക് വേറെ ഒന്നും പറയില്ല, പുസ്തകത്തിൽ നിന്ന് പറയാനുണ്ട്. ബൈബിൾ വായിക്കുന്നുണ്ടോ? സ്വന്തമായിട്ട് ബൈബിൾ ഉണ്ടോ? ബൈബിൾ വായിക്കണം. ബൈബിളിൽ നിന്നൊരു വാക്യം പറയണം. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് വാക്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ പിശാ എന്നായെന്നറിയോ? ഇനി അടുത്ത വാക്ക് കേട്ടോ. അന്നേരം മേപ്പോട്ട് കൊണ്ടുപോകും. പറഞ്ഞേ, ചൂണ്ടിയിട്ട് പറഞ്ഞേ, മേപ്പോട്ട് കൊണ്ടുപോകും. ചൂണ്ടിയിട്ട് പറഞ്ഞേ, എങ്ങോട്ട് കൊണ്ടുപോകും? മേപ്പോട്ട് കൊണ്ടുപോകും. മേപ്പോട്ട് കൊണ്ടുപോയിട്ട് അടുത്ത വാക്ക്. പിന്നെ പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി. ഒരു കാര്യം കേട്ടോണം, പിശാച് നിന്നെ മേപ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർത്തോണം കീപ്പോട്ട് ഇടാനാണ്. ഒരാൾക്ക് കൈ കൊടുത്ത് വരാം. മേപ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർത്തോണം കീപ്പോട്ട് ഇടാനാണ്. മിണ്ടുന്നില്ല. മേപ്പോട്ട് നിന്നെ കൊണ്ടുവന്നത് കീപ്പോട്ട് ഇടാനാ. മനസ്സിലായില്ലേ? ശരിക്കും നിന്നെ ഉയർന്ന സ്ഥലത്ത് പോകുമ്പോൾ ഓർത്തോണം താഴെ ഇടാനായത്. നിനക്ക് സ്ഥാനം വേണമെങ്കിൽ നിനക്ക് റെമ്പാച്ച സ്ഥാനം തരും, ഈ താഴെ ഇടാനാ. മിണ്ടുന്നില്ല, കേട്ടില്ലയോ? നീ ഞങ്ങളുടെ മുത്താണ് കരളാന്നൊക്കെ പറയും, ഓർത്തോണം താഴെ ഇടാനാ. കൈ കൊടുത്ത് പറ, താഴെ ഇടാനാ. പറ. നിന്നെ ഈ പൊക്കുമ്പോഴൊക്കെ ഓർത്തോണം താഴെ ഇടാനാ. മിണ്ടുന്നില്ല, കേട്ടില്ലേ? യേശുവിനെ പിശാച് മേപ്പോട്ട് കൊണ്ടുപോയി. എങ്ങോട്ട് കൊണ്ടുപോയി? യേശുവിനെ മേപ്പോട്ട് പോയപ്പോഴേ അറിയാം കീപ്പോട്ട് താഴെ ഇടാനാ എന്ന് മനസ്സിലായി. അപ്പം മേപ്പോട്ട് കൊണ്ടുപോകുമ്പോൾ ഓർത്തോണം കീപ്പോട്ട് താഴോട്ട് കൊണ്ടുവരാൻ വേണ്ടിയാണ്. യേശു എന്നാ ചെയ്തെന്നറിയാവോ? മേപ്പോട്ട് കൊണ്ടുപോയിട്ട് പറഞ്ഞു അടുത്ത വാക്ക്. പിന്നെ പിശാച് അവനെ ഏറ്റവും കൊണ്ടുപോയി മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെയും അവയുടെ മഹത്വത്തെയും കാണിച്ചു. വീണനെ നമസ്കരിച്ചാൽ. ഒരു മിനിറ്റ്, എന്നൊക്കെ കാണിച്ചു? രാജ്യങ്ങളെ കാണിച്ചു, മഹത്വം കാണിച്ചു. അടുത്ത വാക്ക്, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതൊക്കെ നിനക്ക് തരാമെന്ന് പറഞ്ഞു. ആരോടാ പറഞ്ഞേ? സൃഷ്ടാവിനോട്. എന്നാ കാണിച്ചു? എന്തൊക്കെ കാണിച്ചു? യേശുവിനെ എന്തൊക്കെ കാണിച്ചു? 21-ാം നൂറ്റാണ്ടിൽ ഉള്ളതെല്ലാം കാണിച്ചു. കമ്പ്യൂട്ടർ കാണിച്ചു, ഇന്റർനെറ്റ് കാണിച്ചു, ക്യാമറ കാണിച്ചു, ഐഫോൺ കാണിച്ചു, എല്ലാം കാണിച്ചു. എന്നിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. യേശു എന്നാ പറഞ്ഞു? യേശു പറഞ്ഞു, എന്നാ 2 മൊബൈൽ ഇങ്ങോട്ട് പോവാ പറഞ്ഞോ? വേണ്ട യേശുവിന്. നിനക്ക് വേണ്ടെന്നേ വരും. ഒരാമയും പറഞ്ഞേര്. ഒന്നും നിനക്ക് വേണ്ട നിന്റെ വീട്ടിൽ വരും. ഒന്നും ചോദിക്കല്ലേ, വരും. നിന്റെ വീട്ടിൽ വരും. നിനക്ക് വേണ്ട നിന്റെ ഫാക്ടറി വരും. നിനക്ക് വേണ്ട നിന്റെ അടുത്ത് വരും. ഏലിയാവെ ഇവിടെ മിണ്ടാതിരുന്നാ മതി, കാക്ക നിന്റെ അടുത്ത് വരും. കെരീത്തിൽ കാക്ക വരും, കെരീത്തിനകത്തു കാക്ക വരും. അവിടെ മിണ്ടാതിരുന്നാ മതി. രാവിലെ വൈകിട്ടും നിനക്ക് വേണ്ടി ഉള്ളത് എല്ലാം നിന്റെ വീട്ടിൽ വരും. കൈ ഉയർത്തിയ രാമേമറ. വീണ്ടിയത് വീട്ടിൽ വരും. ഉയർത്തുന്നത് താഴെ ഇടാനാണ്. ഉയർത്തിയവരൊക്കെ താഴെ ഇട്ടില്ലയോ? താഴെ ഇട്ടില്ലയോ? ഇട്ടു. രാമേമറ. താഴെ ഇട്ട നിന്റെ വീട് ഉയരും കേട്ടോ. മനുഷ്യൻ ജയിക്കുന്നത് കാണാൻ പോവാ.
നിങ്ങളുടെ വീട് ജയിക്കുന്നത് കാണാൻ പോവാ. ഇത് ചിലരുടെ അകത്ത് വല്ലാണ്ട് കയറി കുത്തുന്നുണ്ട്. ഈ വാക്കെന്നോട് ആത്മാവ് പറയാ, ചില ജയിക്കാൻ പോവാ, ചില കുടുംബങ്ങൾ ജയിക്കാൻ പോവാ, ചില സഹോദരങ്ങൾ ജയിക്കാൻ പോവാ. മക്കളെ, നീ തോറ്റു തുന്നമ്പാടി എന്ന് നടക്കുവെന്നല്ല, നീ ജയിക്കാൻ പോവാ. നിന്നെ ഉയർന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി, ഏറ്റവും ഉയർന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയി. ആളുകൾ നിങ്ങളെ പൊക്കുമ്പോൾ ഓർത്തോണം, എന്തിനാണ്? തെള്ളിയിടാനാണ്. ഒരാൾക്ക് കൈ കൊടുത്ത് പറ, തെള്ളിയിടാനാണ്. എന്തിനാ? തെള്ളി പൊക്കുന്ന കൂടുമ്പോൾ ഓർത്തോണം, തെള്ളിയിടും അവര്, ഒരു ദിവസം തെള്ളിയിടും. ശരി, യേശുവിനെ ഉയർന്ന സ്ഥലത്തോട്ട് കൊണ്ടുപോയിട്ട് എല്ലാം കാണിച്ചു. എന്തുവാ? ഒരാൾക്ക് കൈ എടുത്ത് പറ, എല്ലാം കാണിച്ചെന്ന് പറ. നിങ്ങൾ കണ്ടതെല്ലാം കാണിച്ചു, മിണ്ടുന്നില്ല. എല്ലാം കാണിച്ചു, എല്ലാം കാണിച്ചു. വീഴുമെന്ന് വിചാരിച്ച് കാണിച്ച. ചിലർ ഡോളർ കാണുമ്പോൾ വീഴും. UK അമ്മാമ്മയെ കണ്ട അപ്പം വീഴും. സ്വോത്രം പറ. അയ്യോ, UK പൊന്നമ്മാമ, നിന്റെ പൊന്നമ്മാമ, സ്വോത്രം പറ. അയ്യോ, എടാ, യേശുവിനെ കണ്ട് വീടാവും, പൊന്നമ്മാമയെ കണ്ട് വീടല്ലേ. ഞാൻ ഇപ്പടി ഇവരെ നിൽക്കുന്നതെന്നറിയോ? ഒരുത്തനെ കണ്ട് വീഴത്തില്ല. ഞാൻ പിടിച്ചേക്കുന്ന കർത്താവിനെയാ, ഒരിക്കലും വീഴാത്ത പിടിയാ കയറി പിടിച്ചേക്കുന്നേ. അടുത്ത വാക്യം വായിച്ചു. ആറാമത്തെ വാക്യം. നീ ദൈവപുത്രനെങ്കിൽ താഴത്തോട്ട് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിനോട് തട്ടാതെ വണ്ണം നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടി എഴുതിയിരിക്കുന്നു. ഒരു മിനിറ്റ്. പിശാച് ഒരു വാക്യം പറഞ്ഞപ്പോൾ യേശു തിരിച്ചൊരു വാക്യം പറഞ്ഞു. രാമി പറ. പിശാച് ബൈബിൾ തുറന്ന് വായിച്ച് കേൾപ്പിച്ചു, യേശു എൻ്റെ ബാക്കി വായിച്ചു. രാമി പറ. ബൈബിൾ വായിച്ചോണം ബാക്കി പറയാൻ. മനസ്സിലല്ലേ? ബൈബിൾ വായിക്കണം. ഇത് വായിച്ചാൽ പറയാൻ പറ്റും. സത്യമല്ലേ? അപ്പൊ ബാക്കി യേശു വായിപ്പിച്ച് കേൾപ്പിച്ചു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. അടുത്ത വാക്ക്. പിശാച് അവനെ ഏറ്റവും ഉയർന്ന ഒരു മലമേൽ കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലുള്ള സകല രാജ്യങ്ങളെ അവിടെ മഹത്വത്തെയും കാണിച്ചു. വീടിനെ നമസ്കരിച്ചാൽ ഇതൊക്കെയും നിനക്ക് തരാമെന്ന് അവനോട് പറഞ്ഞു. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ ആരാധിക്കാവൂ. ഞാൻ ഈ വാക്യത്തിലേക്ക് വരാൻ പോകും. നിങ്ങൾ കേട്ടോണം. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ. ആരാധിക്കുന്ന നിന്നെ വിട്ടുപോകും സാത്താൻ. കരമടിച്ച് ആരാധിക്കുന്ന നിന്നെ വിട്ടുപോകും അന്ധകാര ശക്തികൾ. ചിലത് നിന്നെ വിട്ടുപോകാൻ പോകുകയാ. ആരാധന തുടങ്ങിയപ്പോ പിശാച് വിട്ടുപോകാൻ തുടങ്ങിയ. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ എപ്പോഴാ വിട്ടുപോയെന്നറിയാമോ? ആരാധന തുടങ്ങിയപ്പോൾ വിട്ടുപോയി. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്ന വീട്ടിൽ ആരാധന വേണം. വ്യക്തിപരമായി ആരാധിക്കണം. നിങ്ങൾ കേട്ടോ, ചിലൊക്കെ തുള്ളിച്ചാടി ആരാധിക്കില്ലേ? ഈ ആരാധന തുടങ്ങിയാൽ അത്ഭുതം നടക്കും. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. നിന്റെ ദൈവമായ കർത്താവിനെ എന്ന് വെച്ചാൽ, എടാ ഞാൻ ദൈവമാണെന്നാ പറഞ്ഞേ. ദൈവമാണോ എന്ന് ചോദിച്ചപ്പോ മനുഷ്യനാന്ന് പറഞ്ഞു. മനുഷ്യനാണെന്ന് ചോദിച്ചപ്പോ ദൈവമാണെന്ന് പറഞ്ഞു. രാമി പറ. കേട്ടോ നിങ്ങളാ? ദൈവമാണോ എന്ന് ചോദിച്ചു, എന്നാ പറഞ്ഞു? മനുഷ്യനാണ്. മനുഷ്യനാണോ എന്ന് ചോദിച്ചു, ദൈവമാന്ന് പറഞ്ഞു. കേട്ടോ രാമി പറ. കേട്ടോ? ചോദിച്ചത് മനുഷ്യനാണോ, എന്നാ പറഞ്ഞു? ദൈവമാണോ എന്ന് ചോദിച്ചു, എന്നാ പറഞ്ഞു? മനുഷ്യനാണ്. മനുഷ്യനാണെന്ന് ചോദിച്ചു, ദൈവമാണെന്ന് പറഞ്ഞു. എന്നാ പറഞ്ഞേ? നിന്റെ, എടാ ഈ നിൽക്കുന്ന ഞാൻ നിന്റെയും കൂടെ കർത്താവാ. നിന്റെയും കൂടെ കർത്താവാ. ഇത് ഞാൻ പറഞ്ഞ് മനസ്സിലായത് രാമി പറ. ചിലക്ക് മനസ്സിലായിട്ടുണ്ട്. നിന്റെയും കൂടെ കർത്താവാ ഞാൻ. നിന്റെയും കൂടെ കർത്താവാ. എന്നാ അല്ലേ? നിനക്ക് മനസ്സിലായില്ലേ? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും കുഞ്ഞമ്മയും ത്രേസ്യാമയും ഒന്നും ആരാധിക്കല്ല. കുഞ്ഞവറാച്ചാനെ ഒട്ടും ആരാധിക്കരുത്. മിണ്ടുന്നില്ല. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കാവൂ. വേറെ വല്ലതും ഉണ്ടോ ആരാധന? ഉണ്ടെന്ന് നിർത്തിക്കോണം. യേശുവിനെ ആരാധിക്കാവൂ. നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിച്ചോണം. അങ്ങനല്ലയോ? നിന്റെ ദൈവമായ കർത്താവിനെ അല്ലാതെ ആരെയും ആരാധിക്കല്ല. വേറെ ആരെയും ആരാധിക്കരുത് മാത്രമല്ല, നമസ്കരിക്കരുത്.
ചെല്ല് പറയുന്ന വണക്കമാണെന്നാ. നിന്റെ വണക്കം ഒരു സ്വോത്രം വരാ. ആ, വണക്കമല്ല, വണക്കമൊന്നും പറ്റത്തില്ല. ദൈവമായ കർത്താവിനെ മാത്രം വണങ്ങിയാൽ മതി. ആ, ഒരാൾക്ക് കൈ കൊടുത്ത് പറ, ദൈവമായ കർത്താവിനെ മാത്രം വണങ്ങിയാൽ മതി. ആ, കൊച്ചു ത്രേസ്യാമ്മയുടെ ചെരുപ്പും കൊണ്ട് നടക്കുക. നിന്റെ ചെരുപ്പ് ഒരു സ്വോത്രം പറ, കർത്താവിൻ്റെ ചെരുപ്പും കൊണ്ട് നടന്നാൽ മതി. മനസ്സിലായില്ലേ? വേറെ ഒരു ചെരുപ്പും വേണ്ട, ഒന്നും വേണ്ട. നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിക്കാവൂ, അവനെ ആരാധിക്കാവൂ, അവനെ ആരാധിക്കാവൂ, അവനെ മാത്രമേ ആരാധിക്കാവൂ. എന്നാ വാക്കല്ലേ? അവനെ. ഒരു 4 വാക്യെടുത്ത് ഇത്രയും പറഞ്ഞപ്പോൾ ഒരു സന്തോഷമില്ലേ? ഇത് റെവലേഷനാ കേട്ടോ. ഇത് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞ റെവലേഷനായി പറയുന്നേ. ഇത് വേറെ ഇടത്തുനിന്ന് കിട്ടുന്നതല്ല. ഇത് റെവലേഷനാ കേട്ടോ. പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞ റെവലേഷനാ. നിങ്ങൾ കേട്ടോണം. യേശുവിനെ കാണിച്ചത് മഹത്വം കാണിച്ചു, രാജ്യം കാണിച്ചു. എന്നാ? മഹത്വം കാണിച്ചു, രാജ്യം കാണിച്ചു. രണ്ടും രണ്ടാണ്. എന്നാ? ഒന്ന് പറഞ്ഞേ. മഹത്വം കാണിച്ചു, രാജ്യം കാണിച്ചു. യേശു പറഞ്ഞു, ഇതിനേക്കാളും വലുത് കണ്ടിട്ട് ഞാൻ വന്നാ. ഒരാമീൻ പറ. കാണണ്ടവനെ കണ്ടാൽ രാജ്യവും മഹത്വമൊന്നും വിഷയമല്ല. യേശുവിനോട് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് തരാം, ഇതൊക്കെ നിനക്ക് തരാം, ഇതൊക്കെ നിനക്ക് തരാം, ഇതൊക്കെ നിനക്ക് തരാം, ഇതൊക്കെ തരാം. നമുക്ക് പിശാച് തരുന്നേ വേണ്ട, കർത്താവ് തരുന്നേ മതി. ഒരാമീൻ പറ. എന്നാ ഇന്നിട്ട് നടക്കാൻ പോകുന്നറിയോ? ചില വീട്ടിൽ നിന്ന് ചിലത് ഇറങ്ങിപ്പോവും. നിങ്ങൾ ചിലതിനെ ജയിക്കും, നിങ്ങളുടെ പിള്ളേര് ചിലതിനെ ജയിക്കും. 2024 നീ വാഗ്ദത്തം കയ്യിലെടുക്കും. കൈ ഉയർത്തി ഒരാമീൻ പറഞ്ഞേ. കല്ലെടുത്ത് കൈ കൊടുത്തു, പക്ഷെ യേശു വാഗ്ദത്തം എടുത്തു. ഒരാമീൻ പറ. കല്ലെടുത്ത് കൈ കൊടുത്തു. നിങ്ങൾ ജയിക്കും. ദൈവം ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ ജയിക്കും. ദൈവം ജയിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നാ പറഞ്ഞു? എൻ്റെ പിള്ളേർ വരുന്നുണ്ട്, അവർ ജയിക്കും. നീ ആഭിചാരത്തെ ജയിക്കും. പിന്നെ ഡെമോ കാണിക്കുമായിരുന്നു പൗലോസ്. പിന്നെ പത്രോസ് ഡെമോ കാണിക്കുമായിരുന്നു. 38 വയസ്സ് പ്രായമുള്ള, 42 വയസ്സും കണ്ട് പ്രായമുള്ള ഒരുത്ത സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിൻ്റെ മുമ്പിരുന്നു. പത്രോസ് അവനെ എഴുന്നേൽപ്പിച്ചു. എന്നിട്ട് പിശാചിനോട് പറഞ്ഞു, ജയിക്കും.